ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1799 കർക്കിടക മാസം 21-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 14-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ തിഥി ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ്. അതുപോലെ തന്നെ നാളത്തെ ഉദയാൽപരം നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:28 അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കർക്കിടകക്കുറിൽപ്പെട്ട ആയില്യം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആയില്യം നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 അവസാനിച്ചാൽ ഉടൻ തന്നെ മകൻ നക്ഷത്രം ആരംഭിക്കുകയാണ്. മകൻ നക്ഷത്രം ചൊവ്വാഴ്ച വൈകുന്നേരം 5:36 വരെ ഉണ്ട്. അപ്പോൾ ഈ അധ്യായത്തിൽ പറയുന്നത് ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ആയില്യം നക്ഷത്രപ്രകാരമാണ് അനുഭവങ്ങൾ വന്നു ചേരുക. അതായത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 വരെ ആയില്യം നക്ഷത്രമുണ്ട്. ആയില്യം നക്ഷത്രപ്രകാരമുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് നാളത്തെ ദിവസം തിരുവാതിര, രോഹിണി, അനിഴം, കേട്ട, അശ്വതി, രേവതി, പൂയം ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ, അതായത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് പൂരാടം, പുണർദം, മകയിരം, കാർത്തിക എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കുക എന്നാണ് ജ്യോതിഷം മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് നാളത്തെ ദിവസം ഏതൊരു കാര്യത്തിലും ഏർപ്പെടുമ്പോൾ സൂക്ഷ്മതയോടുകൂടി വേണം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്ന് ജീവിതത്തെ തകർത്ത് കളയുവാനോ തളർത്തിക്കളയുവാനോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ള ഒരു അറിവോടുകൂടി വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുവാൻ എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാരെയൊക്കെ സംബന്ധിച്ച് ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകും. ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകും. ഇനിയും നാളെ തിങ്കളാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 7:47 വരെ ശുഭസമയമാണ്. പിന്നീട് 10:47 മുതൽ ഉച്ചകഴിഞ്ഞ് 3:17 വരെയും ശുഭസമയമാണ്. നാളത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ്റെ ദിവസം. ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല, ശുഭദിനമായിട്ട് കാണാം. അപ്പോൾ അപ്രകാരം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടവർ തിങ്കളാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 7:47 വരെ ശുഭസമയമുണ്ട്. പിന്നീട് 10:47 മുതൽ 3:17 വരെ ശുഭസമയമുണ്ട്. ഈ സമയം നോക്കി ചെയ്തെടുക്കണമെന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 5. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ അത് ആ സംഖ്യകൾ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും. ഇപ്പം 14 ഒറ്റസംഖ്യ ആക്കിയാൽ 5 വരും, 23 ഒറ്റസംഖ്യ ആക്കിയാൽ 5 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അതിൻ്റെ പരിഹാരവും പറയുന്നുണ്ട്. പരിഹാരം പറയുന്നത് ഈ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അവർ നാളത്തെ ദിവസം ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ജ്യോതിഷപരമായ സേവനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. അത് നോക്കി വാട്സപ്പ് ചെയ്യുക. ജനന തീയതിയും ജനിച്ച സമയവും ഒക്കെ അയച്ചു തരിക. അതോടൊപ്പം തന്നെ ദക്ഷിണയും അയച്ചു തരിക. നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങൾക്ക് എന്ത് വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമ്പോൾ അത് സൂചിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ മറുപടി നൽകുന്നതായിരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടുന്ന് കരകയറ്റുവാൻ ഞാൻ ഉത്തരവാദിത്തോടു കൂടി ശ്രമിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. അപ്പോൾ നാളത്തെ ഗ്രഹസ്ഥിതി വെച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ചതുരം, അതായത് ആ ചതുരക്കളത്തിനകത്തുള്ള അക്ഷരങ്ങൾ വെച്ചുള്ള ഗ്രഹനില പ്രകാരം അവിടെ ഓരോ ഗ്രഹത്തിനെയും ഓരോ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് നിൽക്കുന്ന 12 ഭാവങ്ങളെ വെച്ചാണ് നക്ഷത്രഫലം പറയുന്നത്. ഇപ്പോൾ നാളത്തെ ദിവസത്തെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ഇടവൻ രാശിയിലാണ് കുജൻ വ്യാഴം നിൽക്കുന്നത്. ഇടവൻ രാശിയിൽ കുജനും വ്യാഴവും നിൽക്കുന്നു.
കർക്കിടകൻ രാശിയിൽ ചന്ദ്രനും സൂര്യനും നിൽക്കുന്നു. ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും നിൽക്കുന്നു. കന്നി രാശിയിൽ കേതു നിൽക്കുന്നു. കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു. മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നു. ഇതാണ് നാളത്തെ ഗ്രഹസ്ഥിതി. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി പ്രകാരം 12 ഭാവങ്ങൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ നക്ഷത്രഫലമായിട്ട് പറയുന്നത്. അത് ഓരോ ഗ്രഹത്തിൻ്റെയും ചുരുക്കപ്പേരുകളാണ് രാ, ശി, മ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനമനുസരിച്ച്, അതായത് ചന്ദ്രൻ ഇങ്ങനെ ഒരു രാശി കറങ്ങുന്നത് 2.25 ദിവസം എടുക്കും. അപ്പോൾ 2.25 നക്ഷത്രം വരുന്നു. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുണ്ടാകുന്ന അനുഭവങ്ങളാണ് നക്ഷത്രഫലമായി പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം മേടക്കൂറുകാരുടെ അനുഭവം എന്താണെന്ന് നോക്കാം. മേടക്കൂറുകാരുടെ 2ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. വ്യാഴവും കുജനും നിൽക്കുന്നു. ഇതിൽ വ്യാഴം ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനും 12ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. കുജനാകട്ടെ ഇവരുടെ കൂറിൻ്റെ അധിപനാണ്. അപ്പോൾ ഒരു ശുഭഗ്രഹം 2ാം ഭാവത്തിൽ നിന്നാൽ ദോഷമില്ല. പക്ഷെങ്കിൽ ഒരു പാവഗ്രഹം 2ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹതന്മ ഏറെക്കുറെ അനുകൂലമാണ്. പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകും. എങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരുടെ 4ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രനും സൂര്യനും നിൽക്കുന്നു. ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല. അമാവാസി കഴിഞ്ഞു പ്രഥമ തിഥി ഒരു ദിവസമേ ആയിട്ടുള്ളൂ. ചന്ദ്രൻ ബലവാനായിട്ടില്ല. അപ്പോൾ അവരുടെ മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്, സമ്മിശ്രമാണ്. മാതാവിന് ദുഃഖം, മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവരുടെ 5ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. പെൺമക്കളെ കൊണ്ട് അവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എങ്കിലും ഇവരുടെ കാര്യവിജയങ്ങൾക്ക് ധനം ഒരു തടസ്സമാകാം. കാര്യവിജയം പൂർണ്ണമായിട്ടും വന്നു ചേരണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്നാൽ ചിലരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ട് കാര്യവിജയവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവർ മുഖേനയുള്ള നേട്ടം കൊണ്ട് കാര്യവിജയവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമായിരിക്കും. അതും നാളത്തെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ തൊഴിൽപരമായി ഇവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവർക്ക് തൊഴിലിന് പോകാൻ പറ്റാത്തവർക്ക് നാളത്തെ ദിവസം ഒരുപക്ഷെ തൊഴിലിന് പോകാൻ പറ്റിയെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളും അവർക്ക് വന്നു ചേരുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഇവർക്ക് ഇപ്പോൾ നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ 5ാം ഭാവത്തിൽ ശുക്രനെ ശനി ദൃഷ്ടി ചെയ്യുന്നത് മൂലം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ഒരു നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇവരുടെ പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല. പിതാവ് പല കാര്യങ്ങളും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമല്ല. പിതാവ് വളരെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടൊക്കെ കഴിയുന്നൊരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണിയും മകരും 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് കുജനും വ്യാഴവും ഒക്കെ നിൽക്കുന്നത്. കുജൻ 12ാം ഭാവത്തിൻ്റെ അധിപനാണ്. അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ്. ആ കുജനാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം അവർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമൊന്നും കാര്യമായ രീതിയിൽ ഉണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. മാതാവ് മുഖേന ഏറെക്കുറെ ചെറിയ നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നൊരു ദിവസവുമാണ്. തൊഴിൽപരമായി ഇവർക്ക് അനുകൂലമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ഇവരെ കൂടുതൽ അലട്ടുന്നത്. അപ്പോൾ ശാരീരികവും മാനസികവുമായ സ്ഥിതി ഇവർക്ക് അത്ര മെച്ചമല്ല. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അത്ര മെച്ചപ്പെട്ട സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് അനുഭവത്തിൽ നിലനിൽക്കുന്നൊരു ദിവസമാണ്. പിതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അത് കുടുംബത്തിൻ്റെ സന്തോഷത്തെ
കാര്യമായി ബാധിക്കത്തില്ല. അവിടെ ശത്രുത വന്നു ചേരാൻ പിതാവ് മുഖേന സാധ്യതയുണ്ട്. മാതാവ് മുഖേന ചെറിയ ഒരു സഹായം കുടുംബത്തിന് വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ നാളുകാർ ഇപ്പോൾ രോഗം, അതുപോലെ തന്നെ കടബാധ്യത, ശത്രുതകളാൽ ഭാരപ്പെടുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസവും ഇത്തരത്തിലുള്ള അനുഭവത്തിൽ കൂടി ഇവർ കടന്നു പോകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതാനുഭവങ്ങൾ അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. നാളത്തെ ദിവസം പ്രത്യേകിച്ച് ശാരീരികവും മാനസികമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ തൊഴിൽപരമായ ഒരു നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ശനിയാണ് ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഒരു കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, എന്ത് ചെയ്യണം എന്നറിയാതെ ആകപ്പാടെ കുഴഞ്ഞു മറിയുന്നൊരു ജീവിത സാഹചര്യങ്ങൾ, കുടുംബത്തിൻ്റെ സ്ഥിതിയായാലും ധനസ്ഥിതിയായാലും എല്ലാ കാര്യങ്ങളിലും ഒരു നല്ലൊരു തീരുമാനമെടുത്ത് നല്ല രീതിയിൽ ഇവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ, കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം തന്നെയായിരിക്കും നാളത്തെ ദിവസവും ഇവരെ സംബന്ധിച്ച് വന്നു ചേരുക എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞു തരുവാനുള്ളത്. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമല്ല. അവരുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതി അത്ര മെച്ചമല്ല. അവരുടെ പിതാവിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. അത് 12ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചോളം സൂര്യൻ, അവരുടെ കൂറിൻ്റെ ജന്മഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ 12ാം ഭാവത്തിലാണ്. സൂര്യൻ 12ാം ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ സൂര്യനെ ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് പിതാവായിട്ടാണ്. അപ്പോൾ പിതാവെന്നും വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥനെന്ന് വിശേഷിപ്പിക്കാം, ഒരു ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കാം, മേലധികാരി എന്ന് വിശേഷിപ്പിക്കാം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് ആ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് ഇവരുടെ പിതാവിൻ്റെ സ്ഥിതി മോശമാകാം. പിതാവ് മുഖേന ധനനഷ്ടം വന്നു ചേരാം. പ്രത്യേകിച്ച് ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് ബുധനാണ്. ബുധൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് നല്ലതല്ല. ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്നാൽ ചിങ്ങക്കൂറുകാർക്ക് ധനപരമായ നഷ്ടവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഈ ബുധൻ എന്ന് പറയുന്നത് 2ാം ഭാവത്തിൻ്റെ അധിപനാണ്. അതുപോലെ തന്നെ 12ാം ഭാവത്തിൻ്റെ അധിപനാണ്. പക്ഷെങ്കിൽ ആ ബുധൻ ഈ ചിങ്ങൻ രാശിയിൽ നിന്നാൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നവർക്ക് അത്ര മെച്ചമായ ഒരു അനുഭവം വന്നു ചേരണമെന്നില്ല. അത് പ്രത്യേകിച്ച് ഒരു 45 വയസ്സ് കഴിഞ്ഞവർക്ക്, 50 വയസ്സ് 55 വയസ്സിന് മേളിലുള്ളവർക്കൊക്കെ, പ്രത്യേകിച്ച് രാഹു ദശാകാലം അനുഭവിക്കുന്നവർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ കൂടുതൽ തിക്താനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആ രാഹു ദശാകാലവും വ്യാഴത്തിൻ്റെ ആദ്യത്തെ ദശാകാലവും ഒക്കെ അനുഭവിക്കുന്നവർക്ക് മോശം സമയമായിരിക്കും. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളിൽ കൂടിയായിരിക്കും അവർ നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ധനത്തിൻ്റെ ചെലവ്, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം അവർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി മെച്ചമല്ല, മാനസികവും ശാരീരികവുമായ സ്ഥിതി മെച്ചമല്ല. പ്രതിസന്ധികളിൽ കൂടിയായിരിക്കും അവർ കടന്നു പോവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് 45 വയസ്സിന് താഴെയുള്ളവർക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഇപ്പുറത്തെ കാര്യങ്ങളൊന്നും, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ബാധകമാവില്ല എന്നുള്ളതൊരു പ്രത്യേകതയായിട്ട് നാളത്തെ ദിവസം നക്ഷത്രപരമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. ശത്രു അറിഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണോ കടന്നു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളത്തെ ദിവസം അവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള ഒരുപാട് നഷ്ടം, മാനസികവും ശാരീരികവുമായ വ്യഥ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ പ്രതിസന്ധിയിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം അവർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 12ാം ഭാവത്തിൽ നിന്നാൽ ജാതകർക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അവരുടെ കൂറിൻ്റെ അധിപനും 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം ഭയാനകമായ ഒരു ജീവിത സാഹചര്യത്തെ നേരിടാനുള്ള ഒരു സന്ദർഭം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. അതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിക്കും. ഭയാനകമായ ഒരു അനുഭവമായിരിക്കും അത് വന്നു ചേരുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതുമുഖേന കുടുംബജീവിത പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഒക്കെ താറുമാറാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് അത് ശനിയുടെ ദശാകാലത്തുകൂടി കടന്നു പോകുന്നവർക്കായിരിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത്. ആ ഒരു അനുഭവത്തിൽ ശനിയുടെ ദശാകാലത്ത് വരാത്തവർക്ക് ഈ ഒരു അനുഭവം വന്നു ചേരണമെന്നില്ല. എങ്കിലും അവർക്ക് സുഖസ്വസ്ഥ ദേഹതന്മ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതിയോ ഒന്നും അത്ര കാര്യമായ നല്ല അനുഭവത്തിൽ കൂടി പോകുന്ന ഒരു ദിവസമായി
ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. തൊഴിൽ ഗുണം അവർക്ക് കാര്യമായി വന്നു ചേരുകയില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു. അങ്ങനെ അഷ്ടമത്തിൽ ഈ നാളുകാരുടെ 3-ാം ഭാവാധിപനും അതുപോലെ തന്നെ 6-ാം ഭാവാധിപനുമൊക്കെ ആയിട്ട് ചേർന്നാണ് ഈ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത്. അപ്പോൾ രോഗത്താലോ അല്ലെങ്കിൽ മറ്റ് പല പ്രതിസന്ധികളിൽ കൂടിയൊക്കെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമയമാണ്. രോഗത്താലോ ഏതെങ്കിലും വിഷയത്താൽ അവർക്ക് ഭാരപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവർക്ക് കാര്യതടസ്സമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഉദ്ദേശിക്കുന്ന പോലെ ജീവിത വിജയം ഉണ്ടാകാത്തൊരു സമയമാണ്. പല കാര്യങ്ങളിലും അവർ ഇങ്ങനെ തുഴഞ്ഞാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസവും ഇതുപോലെ തന്നെ ഉള്ള ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർ കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽഭാവമൊന്നും അത്ര അനുകൂലമായൊരു ദിവസമല്ല എങ്കിലും സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി തൊഴിൽഭാവം കടന്നു പോകും, തൊഴിൽ മേഖല കടന്നു പോകും. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി മെച്ചമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുഗ്രഹം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാഗ്യവും ഭാഗ്യക്കേടുകളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവിടെ ഭാഗ്യഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താണ് പകലും രാത്രിയും പോലെ, അതായത് ജീവിതാനുഭവങ്ങളിൽ പകുതി നല്ല അനുഭവങ്ങളും പകുതി മോശവും, അതായത് പകുതി പ്രകാശമാണെങ്കിൽ പകുതി അന്ധകാരം എന്ന് പറഞ്ഞതുപോലെ മധ്യമമായ അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം നാളുകാർ കടന്നു പോകും. അവരുടെ ഭാഗ്യകരമായ അനുഭവങ്ങളിൽ ഇപ്പം നാളത്തെ ദിവസം ഒരു ചിട്ടി സംബന്ധിച്ച് അല്ലെങ്കിൽ കുറിച്ചിട്ടിയോ അല്ലെങ്കിൽ ധനം വന്നു ചേരണം ഏതെങ്കിലും വിധത്തിലുള്ള അനുഭവങ്ങൾ ഭാഗ്യം കൊണ്ട് വന്നു ചേരണമെന്ന് പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ ആ കാര്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. എന്നാൽ അവരെ സംബന്ധിച്ചുള്ള ധനപരമായ നേട്ടവും കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമാണെങ്കിലും പലർക്കും ധനം തികയാത്ത സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കടബാധകളാൽ ഭാരപ്പെട്ടു പോകുന്നൊരു സമയമാണ്. കാരണം എന്താണ്, അവരുടെ 6-ാം ഭാവാധിപനുമായിട്ടാണ് 6-ാം ഭാവാധിപനാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്, കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 6-ാം ഭാവാധിപൻ അവർക്ക് അങ്ങനെ നിൽക്കുന്നുണ്ട്. കടബാധ്യതകളാൽ പലരും ഭാരപ്പെടുന്നുണ്ട്. ചിലർ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്, ചിലർ ശത്രുതയാൽ ഭാരപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു അനുഭവത്തിൽ കൂടിയാണ് നാളത്തെ ദിവസവും ഈ നാളുകാർ കടന്നു പോവുക. എന്നാൽ കുടുംബത്തിൻ്റെ സ്ഥിതി അനുകൂലമാണോ, ധനപരമായ സ്ഥിതി അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സ്ഥിതി തന്നെയാണ്. എങ്കിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി പല കാര്യങ്ങളും കടന്നു പോകുന്നു. ഭാഗ്യക്കേടുകളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമല്ല. കാരണം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ഗ്രഹവും അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനും അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ദിവസം 2 ഗ്രഹങ്ങളാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മാതാവിനും പിതാവിനും രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ, ഒരു വീട്ടിൽ മാതാവിനും പിതാവിനും രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായ പരാജയമുണ്ട്, ബുദ്ധി കൊണ്ട് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അത്യാവശ്യം കയ്യിലുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുമെങ്കിലും തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അത് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും കാരണമായി തീരും. ഒരുപക്ഷെ പനിച്ച് കിടക്കാം, അല്ലെ പനി വന്ന് കിടപ്പിലാകും, തലവേദനയാൽ ഭാരപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ നാളത്തെ ദിവസം ധനുക്കൂറുകാർ കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കടബാധകളും രോഗദുഃഖ ദുരിത പ്രയാസങ്ങളും ഒക്കെ പലരും അനുഭവിക്കും. ചിലർക്ക് ഇക്കാര്യങ്ങളിൽ സമ്മിശ്രമായ, ചിലർക്ക് കടം കൊടുത്തു തീർക്കാൻ കഴിയും, ചിലർ കടബാധകളാൽ ഭാരപ്പെടും. അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കടന്നു പോവുക. പക്ഷെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അവരെ തേടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തൊഴിൽപരമായി അത്ര അനുകൂലമായ ദിവസമല്ല. കാരണം അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ നാളത്തെ ദിവസം അവരുടെ അഷ്ടമരാശിയിൽ നിൽക്കുകയാണ്. ചിങ്ങക്കൂറിലാണ് തുലാം രാശിയുടെ അധിപനായ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ അവിടെ ബുധനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്നാൽ ധനത്തിനും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനുമായിട്ട് അവിടെ 2 ശുഭഗ്രഹങ്ങളാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അഷ്ടമത്തിൽ 10 ശുഭഗ്രഹങ്ങൾ നിന്നാലും ഒരു പ്രയോജനവുമില്ല.
അപ്പോൾ ഈ 9 ശുഭഗ്രഹങ്ങളും അഷ്ടമത്തിൽ നിന്നാൽ ആ ജാതകന് യാതൊരു ഗുണവുമില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ ബുധനും ശുക്രനും ശുഭഗ്രഹങ്ങളായ ഈ 2 ഗ്രഹങ്ങളും അഷ്ടമത്തിൽ നിൽക്കുന്നു. ചന്ദ്രൻ 7-ാം ഭാവത്തിൽ ബലഹീനനായിട്ട് നിൽക്കുന്നു, ബലമില്ലാതെ നിൽക്കുന്നു. അഷ്ടമത്തിൻ്റെ ഭാവത്തിൻ്റെ അധിപൻ 7-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള പ്രതിസന്ധികൾ അവർക്കുണ്ടാകാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടാകാം. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് നാളെ ധനത്തിൻ്റെ അനാവശ്യമായ ചിലവുകൾ അവർക്ക് വന്നേക്കാം, യാത്ര ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് നാളത്തെ ദിവസം മകരക്കുറുക കടന്നു പോവുക. എങ്കിലും അവരുടെ കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി അത്യാവശ്യം കാര്യങ്ങൾ നടക്കാനുള്ള ധനം കയ്യിൽ ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പുട്ടാതി 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പക്ഷേ മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. മാതാവ് രോഗത്താലോ ദുഃഖത്താലോ ദുരിതത്താലോ പ്രയാസത്താലോ ഒക്കെ നാളത്തെ ദിവസം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നാളത്തെ ദിവസം അങ്ങനെയുള്ള അനുഭവമായിരിക്കും മാതാവിന് വന്നു ചേരുക. ഭാരപ്പെടുന്നൊരു ദിവസമായിരിക്കും. അപ്പോൾ പിതാവ് മുഖേനയുള്ള സഹായസഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുടെ സ്ഥിതി മെച്ചമായിരിക്കും. പക്ഷേ തൊഴിൽപരമായി അത്ര മെച്ചമായിരിക്കണമെന്നില്ല. തൊഴിൽ മേഖലയിൽ കാര്യമായ ഉന്മേഷമോ ഉണർവോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അവിടെയാണ് പരാജയം വന്നു ചേരുക. തൊഴിൽപരമായിട്ടുള്ള പരാജയം അനുഭവത്തിൽ വന്നു ചേരാനിടയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ ജീവിത സുഖക്കുറവും ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം കുംഭക്കൂറ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കാര്യവിജയം ഉദ്ദേശിക്കുന്നവരുണ്ടാകുന്നൊരു ദിവസമല്ല. അവിടെ പല കാര്യങ്ങളിലും പകുതി നേട്ടവും പകുതി കോട്ടവും ആയിട്ട് അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കാര്യവിജയം പൂർണ്ണമായിട്ടും ലഭിക്കുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവിടെ അവരുടെ ബുദ്ധി പരാജയപ്പെടുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അവരുടെ പ്രയത്നം വിഫലമാകുന്നൊരു ദിവസമായിരിക്കും. എന്നാൽ സ്ഥിര ജോലിയുള്ളവർക്കും സ്ഥിര വരുമാനമുള്ളവർക്കും അവർക്ക് തൊഴിൽ ഗുണവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് പല കാര്യങ്ങളിലും കാര്യവിജയം അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകത. ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം മാതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ അവർക്ക് അനുകൂലമായി വന്നു ചേരാമെങ്കിലും പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ അവർക്ക് തിക്താനുഭവങ്ങളായി വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നാളത്തെ ദിവസം ഇവർ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതാണ് നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരുടെ കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുമെങ്കിലും അതിൽ പൂർണ്ണ വിജയം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി തുട്ടാതി രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു വരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്യോതിഷം പറയുന്ന ഒരാളോട് അങ്ങനെ ചോദിക്കും. കാരണം മനുഷ്യരുടെ കാര്യം മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്ന് പലരും ചോദിക്കും. ചിലരൊക്കെ അഭിമന്യുവിൻ്റെ ജനനത്തീയതി ജനിച്ച സമയമൊക്കെ എനിക്ക് തരാമെന്ന് പറയും. അഭിമന്യു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്നൊക്കെ പറയണമെന്നൊക്കെ പറയും. ഞാൻ തരാൻ പറയും, പക്ഷേ അവരുടെ ഇല്ല. ജനനത്തീയതിയും ജനിച്ച സമയവും പറയുവാനില്ല. അപ്പോൾ ഞാൻ പ്രകൃതിയെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിനെക്കുറിച്ച് ഞാൻ എൻ്റെ മഹാദേവ സ്പിരിച്വൽ എംപവർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനതൊരു വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ ഗ്രൂപ്പിലുള്ളവരോട് ഞാൻ അതിൻ്റെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അത് ഇന്ന സ്ഥലമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാധ്യതയുണ്ട്, അത് ഗ്രഹസ്ഥിതി വെച്ച് അപ്രകാരമുള്ളൊരു സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ സംഭവിച്ചത് വയനാട്ടിലാണ്. എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള ആരും തന്നെ വയനാട്ടിലില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജും ചെയ്തിരുന്നു. അപ്പോൾ നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, കേരളത്തിൻ്റെ സ്ഥിതിയിൽ പല കാര്യങ്ങളും തീരുമാനം കൈക്കൊള്ളുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കൂടുതലായിരിക്കും. നാളത്തെ ദിവസം രോഗത്താൽ അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉള്ള കൂടുതൽ പേഷ്യൻസ്, രോഗികൾ നാളെ ആശുപത്രിയിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാം തന്നെ നടപ്പിൽ വരുന്ന ഒരു ദിവസമല്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.